സൂര്യ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇന്ന് വന്നത് ദ്വാരപാലക ശില്പപാളി കേസുമായി ബന്ധപ്പെട്ട് പത്മകുമാറിന്, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന് ജാമ്യം കിട്ടിയിരിക്കുന്നു. സ്വാഭാവികമായും ജയിലിന് പുറത്തേക്ക് പത്മകുമാർ വരാൻ പോവുകയാണെന്നുള്ളതാണ്. ആ രീതിയിൽ അതിനെ പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. നിലവിലെ SITയുടെ പ്രവർത്തനം അത് നല്ല രീതിയിലല്ല പോകുന്നത് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഇതിനോടകം ഉയർന്നു കഴിഞ്ഞതുമാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? എപ്പോൾ ജയിൽ മോചിതനാകും പത്മകുമാർ? പ്രജന്റ് സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് 8ാമത് പുറത്തിറങ്ങുന്ന വ്യക്തിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ എന്നുള്ളതാണ്. പത്മകുമാർ സ്വാഭാവിക ജാമ്യത്തിലാണ് പുറത്തിറങ്ങുന്നത്. 2025 നവംബർ 20-നാണ് പത്മകുമാറിനെ SIT അറസ്റ്റ് ചെയ്യുന്നത്. കട്ടിളപ്പാളി കേസിലാണ് ആദ്യം അറസ്റ്റ് ചെയ്തത്. പിന്നീട് ദ്വാരപാലക പാളി കേസിൽ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. കട്ടിളപ്പാളി കേസിൽ 90 ദിവസത്തെ റിമാൻഡ് കാലാവധി പൂർത്തിയായതിന് പിന്നാലെ കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ച് നൽകിയിട്ടുണ്ടായിരുന്നതാണ്. ഇന്നിപ്പോൾ ദ്വാരപാലക പാളി കേസിലും സ്വാഭാവിക ജാമ്യം ലഭിച്ചതോടുകൂടിയാണ് പത്മകുമാറിന് ജയിൽ മോചിതനാകാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നത്. ഇടക്കാല കുറ്റപത്രം പോലും SIT സമർപ്പിക്കാത്ത ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പത്മകുമാർ ഉൾപ്പെടെ 6 പേർ സ്വാഭാവിക ജാമ്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്ത് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ സ്വാഭാവിക ജാമ്യത്തിൽ ഇത്തരത്തിൽ പ്രതികൾക്ക് പുറത്തിറങ്ങാനുള്ള സാഹചര്യം ഒരുക്കുന്നത് SIT കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ടാണ് എന്നുള്ള വലിയ വിമർശനങ്ങൾ പ്രതിപക്ഷം ഉൾപ്പെടെ ഉയർത്തിയ സാഹചര്യമുണ്ടായിരുന്നു. പത്മകുമാർ കൂടി സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തിറങ്ങുമ്പോൾ വിമർശനങ്ങളും ആക്ഷേപങ്ങളും കൂടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രത്യേകിച്ച് വലിയ കണ്ടെത്തൽ പത്മകുമാറിന് നേരെ SIT കണ്ടെത്തിയതായിരുന്നു. പോറ്റിയും പത്മകുമാറും തമ്മിൽ ബന്ധമുണ്ട്, സാമ്പത്തിക ഇടപാട് ഉണ്ടായിട്ടുണ്ട്. പോറ്റിക്ക് വേണ്ട സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പോറ്റിക്ക് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് പത്മകുമാർ ആയിരുന്നു എന്നുള്ള കണ്ടെത്തലൊക്കെ SIT മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. കൂടാതെ ഇതുവരെ അറസ്റ്റ് ചെയ്ത മുരാരി ബാബു മുതൽ N വാസു വരെയുള്ള എല്ലാ പ്രതികളും പത്മകുമാറിനെതിരെയാണ് മൊഴി നൽകിയിട്ടുള്ളത് എന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ സ്വർണം ചെമ്പാക്കി മാറ്റി ഉത്തരവിറക്കാൻ നിർദ്ദേശം നൽകിയത് പത്മകുമാർ ആണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് SIT സംഘം കണ്ടെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാൻ ഇതുവരെയും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് 90 ദിവസത്തെ റിമാൻഡ് കാലാവധി പൂർത്തിയാക്കിയ പത്മകുമാർ ഉൾപ്പെടെയുള്ളവർ സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നത്. എന്തായാലും 2 കേസുകളിലും, കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക പാളി കേസിലും സ്വാഭാവിക ജാമ്യം ലഭിച്ചതോടുകൂടി പത്മകുമാറിന് ഇന്ന് തന്നെ ജയിൽ മോചിതനാകാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം അനുവദിച്ച് നൽകിയപ്പോൾ ഉണ്ടായിരുന്ന ജാമ്യോപാധികളോട് തന്നെയാണ്, കർശന ഉപാധികളോട് തന്നെയാണ് പത്മകുമാറിനും സ്വാഭാവിക ജാമ്യം അനുവദിച്ച് നൽകിയിരിക്കുന്നത്. അതിൽ പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത് എന്നുള്ള ഉപാധിയിൽ മാത്രം ഇളവുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റാന്നി താലൂക്കിൽ പ്രവേശിക്കരുത് എന്നുള്ള ഒരു ഉപാധിയാണ് പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് SITയുടെ പ്രവർത്തനങ്ങൾ, SITയുടെ അന്വേഷണ രീതി, അതുമായി ബന്ധപ്പെട്ടൊക്കെ കോടതിയിൽ നിന്ന് ഒരു അപ്പ് ആൻഡ് ഡൗൺ എന്ന രീതിയിലാണ് നമുക്ക് പലപ്പോഴും വാർത്തകൾ വന്നിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ SITയെ രൂക്ഷമായി വിമർശിക്കുന്നു, പിന്നീട് കോടതി തന്നെ പറയുന്നു SITക്ക് കൃത്യമായ സമയം വേണം, കാരണം ഇത് ആ രീതിയിലുള്ള ഒരു കേസാണ്, അത്രയും ഗൗരവമായ ഒരു കേസാണ്, അതുകൊണ്ട് തന്നെ സമയം വേണ്ടിവരുമെന്ന ഒരു പിന്തുണ കോടതി കൊടുക്കുന്നു. പിന്നീട് ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടു SITയുടെ അന്വേഷണം അത് പോരാ എന്ന രീതിയിൽ കോടതി നിലപാടെടുക്കുന്നു. അങ്ങനെ ഒരു അപ്സ് ആൻഡ് ഡൗൺ ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിൽ ഇപ്പോൾ വന്നിരിക്കുന്ന, അല്ലെങ്കിൽ ഇന്നത്തെ ഈ ജാമ്യം കൂടി വരുമ്പോഴത്തേക്കും അത് SITക്ക് മേൽ വലിയൊരു സമ്മർദ്ദത്തിന് ഒരു കാരണമാകുന്നുണ്ട്. ഈ തുടർ നീക്കങ്ങൾ എന്തായിരിക്കും SITയുടെ ഭാഗത്തും അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഒപ്പം തന്നെ ഈ കുറ്റപത്രം വൈകുന്നു എന്നുള്ളത് അത് വലിയൊരു തിരിച്ചടി തന്നെയല്ലേ SITക്ക്? ഉറപ്പായിട്ടും കൂടുതൽ റിപ്പോർട്ടുകൾ ലഭിച്ചതിന് ശേഷം ഈ ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് SIT എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോടതി തന്നെ പറഞ്ഞത് കൂടുതൽ സാവകാശം SITക്ക് ഇത് സംബന്ധിച്ച് കൂടുതൽ തെളിവുകളൊക്കെ തന്നെ ശേഖരിക്കാൻ വേണമെന്നുള്ളതാണ്. SITയുടെ മുന്നോട്ടുള്ള പോക്ക് അതിൽ മറ്റ് സംശയങ്ങളൊന്നും വേണ്ടതില്ല എന്നുള്ള കാര്യമൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനം ഈ ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ, അതിനൊരു കാലതാമസം എടുക്കുന്ന സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്ത പ്രതികൾ ഓരോരുത്തരായിട്ട് പുറത്തിറങ്ങുന്നു. അത് സ്വാഭാവിക ജാമ്യം ലഭിച്ചവർ പുറത്തിറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് SITയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒരുക്കിയിരിക്കുന്നത്. അത് 1-ാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർ സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം അത് ഉറപ്പായിട്ടും വലിയ വിമർശനങ്ങൾക്ക് SITയെ വിധേയമാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നുള്ളതാണ്. തന്ത്രി അതുപോലെ തന്നെ സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ സ്വാഭാവിക ജാമ്യത്തിൽ
അല്ല പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. അവർക്ക് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ പാകപ്പിഴകൾ അല്ലെങ്കിൽ അറസ്റ്റിലേക്ക് നീങ്ങിയ കാരണങ്ങൾ അത് കൃത്യമായിട്ട് കോടതിയെ ബോധിപ്പിക്കാൻ കഴിയാതെ വന്നതോടുകൂടിയാണ് തന്ത്രി ഉൾപ്പെടെ പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ എ പത്മകുമാർ ഉൾപ്പെടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ പുറത്തിറങ്ങിയിരിക്കുന്നത് 90 ദിവസത്തെ തങ്ങളുടെ റിമാൻഡ് കാലാവധി പൂർത്തിയാക്കിയതിനു ശേഷമാണ്. അപ്പോൾ ഈ കാലയളവിൽ ഒന്നും തന്നെ ഒരു ഇടക്കാല കുറ്റപത്രം പോലും കോടതിയിൽ സമർപ്പിക്കാൻ SITക്ക് കഴിഞ്ഞിട്ടില്ല. അത് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ള ഒരു ചോദ്യമാണ് പ്രതിപക്ഷം ഉൾപ്പെടെ ഉയർത്തുന്നതും അത് വലിയ വിമർശനത്തിന് വഴിയൊരുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിൽ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എന്തായാലും SITയുടെ തുടർ നീക്കങ്ങൾ അത് വളരെ പ്രസക്തമാണ് എന്നുള്ളതാണ്. എ പത്മകുമാറും ഇപ്പോൾ പുറത്തിറങ്ങുന്നു. ഇനിയിപ്പോൾ അറസ്റ്റിലായ പ്രതികൾ അല്ലെങ്കിൽ ജയിലിനകത്ത് കിടക്കുന്ന പ്രതികൾ അവരുടെയും 90 ദിവസത്തെ റിമാൻഡ് കാലാവധി ഓരോരുത്തരുടെയും പൂർത്തിയായി വരുന്നു. വരും ദിവസങ്ങളിൽ അവരും സ്വാഭാവിക ജാമ്യ ഹർജി കോടതിയിൽ സമർപ്പിക്കും. ഈ കുറ്റപത്രം പോലും സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യം അവർക്കും അനുവദിച്ച് നൽകേണ്ടതായിട്ട് വരുന്ന സാഹചര്യം വരും. അപ്പോഴാണ് SITക്കെതിരെയുള്ള വിമർശനങ്ങൾ വീണ്ടും ശക്തമാകുന്നത്. എന്തായാലും SITയുടെ തുടർ നീക്കങ്ങളാണ് ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. പ്രജിൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.